സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് നമ്മുടെ 10ാം ക്ലാസ്സിൻ്റെ ICT പുസ്തകത്തിലെ രണ്ടാമത്തെ അധ്യായമായ പത്രത്താളൊരുക്കാം എന്ന അധ്യായമാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത്. ഇത് തികച്ചും നല്ലൊരു പ്രൊഫഷണലായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറാണ്. നമ്മളത് സ്ക്രൈബസ് എന്ന പേരിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. നമ്മളിവിടെ സ്ക്രൈബസ് തുറന്നു വരുമ്പോൾ ഒരു ഡോക്യുമെൻ്റ് പ്രോപ്പർട്ടി ഇങ്ങനെയാണ് ഉണ്ടാവുക. സിംഗിൾ പേജ്, ഫേസിംഗ് പേജ് എന്ന് പറഞ്ഞ് രണ്ടെണ്ണം ഉണ്ടാവും. നമ്മളിവിടെ സിംഗിൾ പേജായിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഒരു പേജാണ്, പത്രത്തിൻ്റെ അക്ഷരം എന്ന പേജാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. ഈ ഒരു പേജ് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. സ്ക്രൈബസ് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഡോക്യുമെൻ്റ് പേജ് വരുന്നത്. ഇവിടെ നമുക്ക് മാനുവലായിട്ട് നമുക്കിവിടെ പേജിൻ്റെ മാർജിനൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മളിവിടെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് ഇവിടെ ഒരു ശൃംഖലയുണ്ട്. ഈ ശൃംഖല കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പിലായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. ഇപ്പോൾ നമുക്കിവിടെ ഉദാഹരണമായിട്ട് ഇപ്പോൾ ഞാനിവിടെ 12 എന്ന ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ ഈ കണ്ണിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇത് മാത്രമേ ഇവിടെ മാറുള്ളൂ, ലെഫ്റ്റ്. നേരെ മറിച്ച് നമ്മൾ ഈ ഒരു ശൃംഖല നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടാണെങ്കിൽ മുഴുവനായിട്ടും ഈക്വലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 4 ഭാഗവും നമുക്കിത് മാർജിൻ സെറ്റ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ നമ്മൾ ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല. നമ്മൾ നേരത്തെ പോലെ 14 തന്നെ ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്. 14 A4 സൈസിലാണ് ഇത് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ആദ്യമായിട്ട് നേരത്തെ നമ്മൾ പരിചയപ്പെട്ടതുപോലെ തന്നെ ഇതിൻ്റെ കൺട്രോൾ കീ അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ക്രോൾ വീൽ കറക്കി അതിനെ സൂം ചെയ്യാം. ഇങ്ങനെ തുറന്നു വരുന്ന പേജിൽ നമുക്ക് ഈ സ്ക്രൈബസിൽ ചെയ്യുമ്പോൾ ധാരാളം ടൂൾസുകൾ നമുക്ക് മുകളിൽ ഇങ്ങനെ കാണാൻ കഴിയും. ഇതിൽ നമുക്ക് കോമൺ ആയിട്ടുള്ള ധാരാളം ടൂളുകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. മെനു ബാർ കാണാം, അതിൻ്റെ താഴെയായിട്ട് ടൂൾ ബാറുകൾ. നമ്മൾ ഈ ഒരു ഭാഗത്തെ ക്യാൻവാസ് എന്ന് പറയും. അതേപോലെ തന്നെ താഴെ സ്റ്റാറ്റസ് ബാർ എന്ന് പറയും. റൂളർ എന്ന് പറയും സൈഡിൽ, കാരണം നമുക്കിതിൻ്റെ ഈ ഒരു സൈഡിൽ കാണുന്ന റൂളർ എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് പ്രോപ്പർട്ടീസുകളാണ് നമുക്ക് വേണ്ടത്. ഈ പ്രോപ്പർട്ടീസ് വിൻഡോകൾ നമുക്ക് കോമൺ ആയിട്ടൊരു പ്രോപ്പർട്ടീസും നമുക്ക് ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള ഒരു പ്രോപ്പർട്ടീസുമാണ്. എന്ന് വെച്ചാൽ നമ്മളിതിപ്പോൾ ഇവിടെ അവൈലബിൾ അല്ല, നമ്മളിതിൻ്റെ ഇവിടെ പ്രോപ്പർട്ടീസ് നമ്മൾ കൊണ്ടുവരണം. പുതിയതായിട്ട് തുറക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണെങ്കിൽ പുതിയതായിട്ട് നമ്മളിവിടെ കൊണ്ടുവരേണ്ടി വരും. എന്നാൽ ഒരു തവണ നമ്മൾ കൊണ്ടുവന്നാൽ പിന്നീട് നമ്മൾ റീഓപ്പൺ ചെയ്യുമ്പോൾ ആ പ്രോപ്പർട്ടീസ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. പുതിയതായിട്ട് കൊണ്ടുവരണമെങ്കിൽ വിൻഡോസിൽ പോയിട്ട് പ്രോപ്പർട്ടീസ് എന്ന് കാണാം. ഇതിൻ്റെ ഇവിടെ ഒരു ചെക്ക് ലിസ്റ്റ് ഒരു പോയിന്റ് കാണാം. അവിടെ നിന്ന് ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പ്രോപ്പർട്ടീസ് കാണാൻ കഴിയും. ഇപ്പോൾ നമുക്കിവിടെ പ്രോപ്പർട്ടീസ് വിസിബിൾ അല്ല, കാരണം നമ്മൾ ഇവിടെ ഒരു ഒബ്ജക്റ്റ് എപ്പോഴാണോ വരക്കുന്നത് അപ്പോഴാണ് നമുക്കിവിടെ പ്രോപ്പർട്ടീസ് കാണുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ ഒന്ന് വരക്കാൻ പോകുന്നത്, നമ്മളിവിടെ ഒരു റെഡ് കളറിലും ബ്ലാക്ക് കളറിലുള്ള ഒരു സ്ട്രിപ്പുകളുണ്ട് ഇവിടെ. അതായത് നമ്മുടെ ഈ ഒരു ഭാഗം ഈ റെഡും ഈ ഗ്രേ കളറിലുമുള്ള സ്ട്രിപ്പുകളാണ് നമ്മൾ ആദ്യം തയ്യാറാക്കുന്നത്. ഇത് തയ്യാറാക്കാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇതിന് റെക്റ്റാങ്കിൾ ടൂളാണ്. ഷേപ്പുകൾ എന്ന വിഭാഗത്തിലുള്ള റെക്റ്റാങ്കിൾ ടൂളാണ് നമ്മൾ എടുക്കേണ്ടത്. നമുക്കിവിടെ മുകളിൽ ഷേപ്പുകളൊക്കെ ഇവിടെ കാണാം. ഈ ടൂൾ ബാറിൽ ഇപ്പോൾ ഷേപ്പ് സ്ക്വയറായിട്ടാണ് കാണുന്നത്. ഇതിൽ താഴെ കാണുന്ന ഈ ആരോ മാർക്ക് ഉണ്ടല്ലോ, ഈ പോയിന്റിൽ നിന്ന് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇതിലുള്ള ഷേപ്പുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്കിവിടെ കാണാൻ കഴിയും. മൗസ് ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ താഴേക്ക് മൗസ് വലിക്കണം. അപ്പോൾ നമുക്കിവിടെ ഷേപ്പുകൾ വലതുഭാഗത്ത് കാണാൻ കഴിയും. സ്പെഷ്യലൈസ്ഡുള്ളത്, അതുപോലെ തന്നെ ഫ്ലോ ചാർട്ടുകൾ, ആരോ മാർക്കുകൾ, ഡിഫോൾട്ട് ഷേപ്പുകൾ, അതായത് റെക്റ്റാങ്കിൾ, ട്രയാങ്കിൾ, സർക്കിൾ, പോളിഗൺസ് എല്ലാം നമുക്കിവിടെ എന്താണ് ഷേപ്പുകളായിട്ട് നമ്മളിവിടെ കിട്ടും. ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് നമുക്ക് സ്ക്വയർ തന്നെ ആയതുകൊണ്ട് നമ്മൾ അത് തന്നെയാണ് എടുക്കുന്നത്. നമുക്കിനി മാറ്റം വേണമെങ്കിൽ വലതുഭാഗത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ആ ഷേപ്പായിട്ട് മാറും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഷേപ്പ് തന്നെ വരയ്ക്കുകയാണ്. ഞാനിവിടെ ഈ ഷേപ്പ് എടുത്തപ്പോൾ നമ്മുടെ മൗസ് പോയിൻ്റ് ഒരു സ്ക്വയറിൻ്റെ ചിഹ്നമായി മാറി. നമ്മളിങ്ങനെ നീക്കുമ്പോൾ നമ്മുടെ പേജിൻ്റെ XY ആക്സിസ് ഇവിടെ കാണിക്കുന്നുണ്ട്.
നമുക്ക് ഏത് ആക്സിസിലാണ് വരക്കേണ്ടത് എന്നുള്ളത് ഹൈറ്റ്. ഇപ്പോൾ ഇവിടെ ഞാനിവിടെ നമുക്കിവിടെ ഒരു ഹെഡിങ് വരേണ്ടതുകൊണ്ട് ഏകദേശം ഇവിടുന്ന് താഴെ ഒരു 55 ഹൈറ്റിലാണ് ഞാനിവിടെ വരക്കുന്നത്. ഇനി കോമൺ ആയിട്ട് നമുക്കിങ്ങനെ വരച്ചിങ്ങനെ കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ ഒരു കോമൺ ആയിട്ട് ഇവിടെ ഒരു സ്ക്വയർ വരച്ചു. ഈ സ്ക്വയർ വരച്ച സമയത്ത് ഇവിടെ റെഡ് കളറിലാണ് നമുക്കിവിടെ ഈ സ്ക്വയർ കാണാൻ കഴിയുന്നത്. ഇവിടെ ഇങ്ങനെ ഈ കോർണറിൽ പിടിച്ചുകൊണ്ട് നമുക്കിതിനെ ഡ്രാഗ് ചെയ്യാം. വെർട്ടിക്കലും ഹൊറിസോണ്ടലായിട്ട് നമുക്കിതിനെ എന്ത് ചെയ്യാം, ഇതിനെ സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ഈ വലതുഭാഗത്തേക്ക് നോക്കൂ, ഇവിടെ പ്രോപ്പർട്ടീസ് അവൈലബിൾ ആണ്. പ്രോപ്പർട്ടീസിൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് XYZ ആംഗിളിലുള്ള ഈ ഒരു പ്രോപ്പർട്ടി വിൻഡോ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ പോളിഗൺ എന്ന പേരിലാണ് കാണുന്നത്. എക്സ് പൊസിഷനും വൈ പൊസിഷനും വിഡ്ത്തും ഹൈറ്റും ഇവിടെ കാണുന്നുണ്ട്. ഈ എക്സ് പൊസിഷൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നമുക്കിവിടെ ഈ മാർജിനിൽ നിന്നാണ് നമ്മുടെ ഈ സ്ട്രിപ്പ് ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്കിതിങ്ങനെ മാനുവലായിട്ട് ചെയ്യുന്നതിന് പകരം നമ്മൾ നേരത്തെ പേജ് സെറ്റ് ചെയ്ത സമയത്ത് നമ്മൾ മാർജിന് കൊടുത്തിരുന്ന സൈസ് 14 ആയിരുന്നു. ഈ 14 നമ്മൾ എക്സ് പൊസിഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 14 എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇത് മാർജിനിൽ പോയി നിൽക്കും. അതേപോലെ തന്നെ ഹൈറ്റ് നമുക്കൊരു ഫിക്സ്ഡ് ഹൈറ്റ്, കാരണം നമുക്ക് 2 സ്ട്രിപ്പുകൾ ഉണ്ടായതുകൊണ്ട് ഒരേ അളവിലാണ് നമുക്കത് വരേണ്ടത്. ഒന്നുമായിട്ട് വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ ഹൈറ്റ് ഒരു പ്രത്യേക സംഖ്യയിലായിരിക്കണം. ഒരു ഫിക്സ്ഡ് സംഖ്യയിലായി കഴിഞ്ഞാൽ 2 സ്ട്രിപ്പുകൾ നമുക്ക് എന്ത് ചെയ്യാം, ലെവലാക്കാം. വൈ പൊസിഷൻ എന്നുള്ളത് ഞാനിവിടെ 60 എന്നാണ് കൊടുക്കുന്നത്. 60 കൊടുത്ത് എൻ്റർ അടിക്കുന്നു. ഇപ്പോൾ ഇവിടെ 60 സൈസിൽ XY ആക്സിസ് നമ്മളിവിടെ എന്ത് ചെയ്തു, സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ XY വിൻഡോ മാറ്റിയിട്ട് നമുക്ക് താഴെയുള്ള വിൻഡോ ഓപ്പൺ ചെയ്യേണ്ടതുണ്ട്. ഇവിടെ ഈ ആരോ മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വിൻഡോ ക്ലോസ് ആവും. തുടർന്ന് നമുക്കിതിന് വേണ്ടത് ഇനി കളർ കൊടുക്കണം. ഇതിന് റെഡ് കളറാണ് കൊടുക്കുന്നത്. ഇവിടെ തന്നെ നമുക്ക് കാണാം ഈ ഷേപ്പിൻ്റെ പ്രോപ്പർട്ടീസിൽ നമുക്കിവിടെ കളറുകൾ അവൈലബിൾ ആണ്. നമുക്ക് വേറെ എവിടെയും കളർ നമുക്കിതിന് കൊടുക്കാൻ കഴിയില്ല. ഇതിന് പ്രോപ്പർട്ടീസിലാണ് ഇതിൻ്റെ കളർ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉള്ളത്. സാധാരണ നമുക്കിവിടെ ടൂൾസിലൊക്കെയാണ് നമുക്ക് കളറുകളൊക്കെ കാണാനുള്ളത്. ഇവിടെ നമുക്ക് പ്രോപ്പർട്ടി വിൻഡോയിൽ തന്നെ പോയിട്ടേ കളർ എടുക്കാൻ കഴിയുള്ളൂ. ഞാനിവിടെ ഈ കളർ ഇവിടെ ചൂസ് ചെയ്തു. കളർ ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് 2 കാര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ സ്ട്രോക്ക് എന്നും ഫില്ലെന്നും കാണാം. സ്ട്രോക്ക് നമ്മൾ കഴിഞ്ഞ ടൈമിൽ പറഞ്ഞു, ഫില്ല് എന്താണെന്നുള്ളതും കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പഠിച്ചു. ഈ സ്ട്രോക്ക് ഇവിടെ ബ്ലാക്ക് ആയിട്ടാണ് ഉണ്ടായിരിക്കുക, ഡിഫോൾട്ടായിട്ട് ബ്ലാക്ക് ആയിരിക്കും ഉണ്ടാവുക. നമ്മളതിനെ നോണാക്കുന്നു. നോണാക്കി കഴിഞ്ഞാൽ ഇവിടെ നമുക്കിപ്പോൾ സ്ട്രോക്ക് കാണില്ല. അല്ലെങ്കിൽ നമ്മളുടെ ഫിൽ കളറും സ്ട്രോക്ക് കളറും തമ്മിൽ എന്തില്ല, സെപ്പറേറ്റ് ആയിട്ട് കാണും. അങ്ങനെ നമ്മൾ ഇതിന് കളർ എടുക്കുന്നു. റെഡ് കളറിൽ ക്ലിക്ക് ചെയ്തതോടുകൂടി ഇതിന് റെഡ് ആവുന്നു. ഇപ്പോൾ കളർ റെഡ് കളറായി. നമ്മളൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ ഒബ്ജക്റ്റ് സെലക്ട് അല്ല, ആ സമയത്ത് ഇവിടെ പ്രോപ്പർട്ടീസ് ഹൈഡായി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഏതൊരു ഒബ്ജക്റ്റ് എടുത്താലും അത് സെലക്ട് ആകുമ്പോൾ മാത്രമേ ഇവിടെ പ്രോപ്പർട്ടി വിൻഡോ ആക്റ്റീവ് ആവുള്ളൂ. നമ്മൾ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താലാണ് സെലക്ട് ആവുക. ഇൻക്സ്കേപ്പിലെ പോലെ തന്നെയാണ് ഇവിടെ സെലക്ഷന്. അതിന് പ്രത്യേക ടൂളൊന്നും ഇവിടെ അല്ല. നമ്മൾ ഫ്രീ ആയിട്ട് മൗസ് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അത് സെലക്ഷൻ ആവും. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഷേപ്പിൽ വ്യത്യാസമുണ്ട്. നമ്മളെ ഈ ഫോട്ടോയിൽ നോക്കിയാൽ കാണാം, ഒരു ഭാഗം ഷാർപ്പായിട്ട് കൊണ്ടുവന്നിട്ട് ഒരു പ്രത്യേക മോഡലിലാണ് നമ്മളിതിനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതേപോലെ നമുക്ക് ഈ ഷേപ്പിനൊന്ന് മാറ്റം വരുത്താം. ഈ ഷേപ്പിനെ മാറ്റം വരുത്താൻ നമുക്ക് പോകേണ്ടത് പ്രോപ്പർട്ടി വിൻഡോയിലെ ഷേപ്പ് എന്ന ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എഡിറ്റ് എന്ന ടൂൾ കാണാം. എഡിറ്റ് എന്ന ടൂളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ധാരാളം നമുക്കിതിനെ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ അതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ, എഡിറ്റിൽ ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾ ഈ വിൻഡോയിൽ ശ്രദ്ധിച്ചാൽ, ഈ ഒബ്ജക്റ്റിൽ ശ്രദ്ധിച്ചാൽ അറിയാം 4 നോഡുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഈ 4 നോഡുകൾ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഒന്ന് ജസ്റ്റ് ഇങ്ങനെ പിടിച്ചിട്ട് ഒന്ന് ബാക്കോട്ട് ഇങ്ങനെ വലിക്കുന്നതോടുകൂടി നമ്മൾ എത്രത്തോളമാണോ പിന്നിലേക്ക് വലിക്കുന്നത്, ഷേപ്പിൻ്റെ ഫിഗറിൻ്റെ വ്യത്യാസം വരാത്ത രീതിയിൽ നമ്മളതിനെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഷേപ്പ് ഇങ്ങനെ വന്നതാണ്. നമ്മുടെ ഈ നോട്ട്സ് എന്നുള്ള ഈ ഭാഗം ക്ലോസ് ചെയ്തതോടുകൂടി നമ്മൾ ഫ്രീ ആവും. ഓക്കെ. ഇനി അതല്ലെങ്കിൽ ഈ ഷോർട്ട് കീ ആയിട്ട് ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്താലും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എഡിറ്റ് മോഡിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഇൻക്സ്കേപ്പിൽ ചെയ്യുന്ന പോലെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ എഡിറ്റ് മോഡിലേക്ക് പോകും. ഈ 4 നോഡുകൾ വരുന്നു. ഈ 4 നോഡുകൾ നമുക്ക് ഏത് ഭാഗത്തേക്ക് വലിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഷേപ്പുകൾ മാറ്റാം.
ഇനി ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നോട്ട്സ് എന്നുള്ളത് ഫസ്റ്റ് കാണുന്ന ഇവിടെ ഇതാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. മൂവ് നോട്ട്സ് എന്നുള്ളതാണ് അവൈലബിൾ ആയിട്ടുള്ളത്. രണ്ടാമത് ആഡ് നോഡാണ്. ഇത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഇവിടെ കൂടുതൽ നോഡുകൾ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണ് നോഡ് വേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നോഡ് നമ്മൾ കൊണ്ടുവന്നു. താഴെ എനിക്കൊരു നോഡ് കൊണ്ടുവന്നു. ഇങ്ങനെ നമുക്ക് ധാരാളം നോഡുകൾ അങ്ങോട്ട് കൊണ്ടുവരാം. ഈ നോഡുകളൊക്കെ നമുക്ക് ഡ്രാഗ് ചെയ്തതിൻ്റെ ഷേപ്പ് വ്യത്യാസം വരുത്താം. അതേപോലെ നോഡുകൾ കളയാനുള്ളതാണ് മൂന്നാമത്തത്, ഡിലീറ്റ് ചെയ്യാനുള്ള. അപ്പം ഞാൻ ഓരോ നോഡിൽ ക്ലിക്ക് ചെയ്യുന്നു, അതെടുത്ത് ഓരോ നോഡിൽ ക്ലിക്ക് ചെയ്താൽ ഓരോ നോഡുകളും നമുക്ക് അതിനെ ഡിലീറ്റ് ചെയ്താൽ കളയാൻ കഴിയും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു അധിക വായന ആയിട്ട് പറയുന്നത്. ഈ ഷേപ്പിൻ്റെ എഡിറ്റ് വിൻഡോയിൽ പോയി കഴിഞ്ഞാൽ ധാരാളം നമുക്ക് വീണ്ടും ധാരാളം പ്രവർത്തനങ്ങൾ ഇതിൽ ചെയ്യാം. ഇപ്പോൾ തൽക്കാലം നമ്മൾ ഈ ഒരു പ്രവർത്തനം മാത്രമേ ഇവിടെ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള നമുക്കിനി ഇവിടെ ഒരു ഗ്രേ കളറിൽ ഉള്ള ഒരു റെക്റ്റാങ്കിളാണ് നമുക്കിവിടെ വേണ്ടത്. നമ്മളതിന് ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ നമ്മൾ മുമ്പ് ചെയ്തതുപോലെ തന്നെ Ctrl+D എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് ഇവിടെ കളർ വരുന്നു. നേരെ നമ്മൾ കളറിലേക്ക് പോകുന്നു. കളറിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇവിടെ ഗ്രേ കളർ ഇല്ല. അപ്പോൾ ഇവിടെ നമുക്ക് കൂടുതൽ കളറുകൾ ഉൾപ്പെടുത്തുന്ന ഒരു കാര്യം കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ പറയുകയാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഗ്രേ കളർ അവൈലബിൾ അല്ല. ഈ കോമൺ ആയിട്ട് ഇത്രയും കളറാണ് ഉള്ളത്. നമുക്ക് ധാരാളം കളറുകൾ നമുക്ക് ലഭ്യമാണ്. ഇതിലേക്ക് കൂടുതൽ കളർ കൊണ്ടുവരാൻ നമ്മൾ എഡിറ്റിലേക്ക് പോവുക. നേരെ എഡിറ്റിലേക്ക് പോവുക. എഡിറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ കളേഴ്സ് ആൻഡ് ഫിൽ എന്ന് കാണാം. കളേഴ്സ് ആൻഡ് ഫിൽ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കളേഴ്സ് ആൻഡ് ഫിൽസ് എന്ന ഒരു വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. അതിൽ ഇവിടെ മെർജ് കളർ സെറ്റ് എന്ന് കാണാം. ഇവിടെ സ്ക്രൈബസ് ബേസിക് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് സ്ക്രൈബസിൻ്റെ ബേസിക് ആയിട്ടുള്ള കളറുകൾ മാത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ധാരാളം കളറുകളുടെ ഗ്രൂപ്പുകൾ ധാരാളം ഇവിടെ ഉണ്ട്. ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടി നമ്മൾ അധികമായിട്ട് ശ്രദ്ധിക്കണം. നമുക്കിത് ഏതിനും എടുത്താലും നമുക്ക് കളറുകളാണ്. ധാരാളം കളറുകൾ ഏതെടുത്താലും ഇവിടെ ലഭിക്കും. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് ഓക്സിജൻ എന്ന് പറഞ്ഞ കളറാണ് നമുക്ക് വേണ്ടത്. അതെന്തിനാണെന്ന് വെച്ചാൽ ഇതൊരു പ്രിൻറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. സ്ക്രൈബസ് എന്ന് പറയുന്നത് പത്രത്താളുകളും നോട്ടീസുകളും ബ്രോഷറുകളൊക്കെ തയ്യാറാക്കുന്ന ഒരു ഫോട്ടോസൊക്കെ തയ്യാറാക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇവിടെ നമുക്ക് പ്രിൻ്റ് ചെയ്യുമ്പോൾ നമ്മളെ പ്രിൻറ്റിൻ്റെ ഇങ്ക് നമ്മോട് സപ്പോർട്ട് ചെയ്യണം. നമ്മൾ ഇതിൽ കൊടുക്കുന്ന കളറിനെ നമുക്ക് ഇങ്കിലും കിട്ടണം. അതായത് നമുക്ക് പ്രിൻ്റ് ചെയ്ത് വരുമ്പോൾ കമ്പ്യൂട്ടറിൽ കാണുന്ന അതേ കളർ എഫക്റ്റ് തന്നെ നമുക്ക് പ്രിൻ്ററിലും വരണം. അതുകൊണ്ട് നമ്മളിതിൽ കോമൺ ആയിട്ട് ഇതിൽ കൊടുക്കേണ്ട കളറ് ഓക്സിജൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളറുണ്ട്. ഓക്സിജൻ ഇത് ഈ ഓക്സിജൻ എന്ന് പറയുന്നത് ഇങ്കിൻ്റെ ഒരു കമ്പനി ഒരു പാറ്റേൺ ആണ്. അതായത് ഈ ഓക്സിജൻ എന്ന വിഭാഗത്തിലുള്ള കളർ നമുക്ക് ഏകദേശം പ്രിൻ്റ് വരുമ്പോഴും നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള കളറും ഏകദേശം സെയിം ആയിട്ട് മാറും എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് നമ്മളിവിടെ ഈ ഓക്സിജൻ എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. ഓക്സിജൻ എന്നുള്ള വിഭാഗത്തിൽ ധാരാളം കളറുകൾ താഴേക്ക് നമുക്ക് കാണുന്നുണ്ട്. ഇഷ്ടംപോലെ കളറുകളുണ്ട്. വ്യത്യസ്ത വേരിയൻ്റായുള്ള കളറുകൾ നമ്മൾ ഓക്കെ കൊടുക്കുന്നതോടുകൂടി നമ്മുടെ കളർ പാലറ്റിൽ ഈ കളറുകൾ നമുക്കിവിടെ കാണാൻ കഴിയും. ധാരാളം താഴെ ഓരോന്നിനും പേരുകൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ വേണ്ടത് ഗ്രേ ആണ്. ഞാനിവിടെ അലുമിനിയം ഗ്രേ 6 എന്നുള്ളതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാൻ ആ കളറിൽ ക്ലിക്ക് ചെയ്യുന്നു. ആ കളർ ഇവിടെ വന്നു. ഇനി എനിക്ക് ഇതിനെ ഓപ്പോസിറ്റായിട്ട് തിരിക്കണം. ഓപ്പോസിറ്റായിട്ട് തിരിക്കാൻ ഞാനിവിടെ XY ഡയറക്ഷനിലേക്ക് പോകുന്നു. നമ്മുടെ XY ആക്സിസിലേക്ക് മാറ്റുന്ന അവിടെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഈ ഭാഗത്തായിട്ട് ധാരാളം ടൂളുകൾ നമുക്ക് കാണാം. ഞാനിതിനെ ഈ ആരോ മാർക്ക് നമുക്കതിനെ വെർട്ടിക്കലി നമുക്ക് തിരിക്കാൻ ഞാൻ ഈ ആരോ മാർക്ക് എന്ത് ചെയ്യുന്നു, ഈ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യുന്നു. വെർട്ടിക്കലായിട്ടുള്ള നമ്മളിതിനെ ഓപ്പോസിറ്റായിട്ട് തിരിക്കുന്നു. ഹൊറിസോണ്ടലായിട്ട് തിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഈ മുകളിലുള്ള ഫ്ലിപ്പ് ടൂൾ എടുക്കുന്നു. അപ്പോൾ ഈ ഫ്ലിപ്പ് ടൂൾ എടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ സെറ്റ് ചെയ്യാൻ പോകുന്നു. ഇനി നമുക്കിത് മാനുവലായിട്ട് നമുക്കിത് ഇവിടെ കൊണ്ടുവന്ന് ഈ മാർജിനിൽ ഫിക്സ് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്കിവിടെ സംഖ്യ കൊടുക്കുകയും ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മളിത് ഇവിടെ ഈ മാർജിനിൽ കൊണ്ടുപോയി വെക്കുന്നു. ഹൈറ്റ് നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ സെയിം ഹൈറ്റ് തന്നെ നമുക്കിവിടെ വരണം. 60 ഇതിൻ്റെ സെയിം ഹൈറ്റ്. ഇതിൽ ക്ലിക്ക് ചെയ്ത് ഞാൻ ഇവിടെ 60 എന്ന് സെറ്റ് ചെയ്യുന്നു. 60 എന്ന് സെറ്റ് ചെയ്യുന്നു. ഓക്കെ അടിക്കുന്നതോടുകൂടി ഏകദേശം രണ്ടും ഒരേ ഹൈറ്റായി. പക്ഷേ ഇവിടെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ചിത്രത്തിൽ കാണുന്നത് പോലെ ഇതിങ്ങനെ അടുത്തടുത്ത് നിൽക്കേണ്ട ഒരു സ്ട്രിപ്പുകളാണ്. അപ്പോൾ ഈ ഒരു മോഡൽ കൊണ്ടുവരാൻ നമ്മളിതിനെ ഏകദേശം ഒന്ന് വലുതാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ ജസ്റ്റ് മൗസ് കൊണ്ട് മാനുവലായിട്ട് നമുക്കിതിനൊന്ന് കൊടുക്കാം.
കാരണം രണ്ടും ഈക്വലായിട്ട് വരേണ്ടത് കൊണ്ട് നമുക്കിവിടെ ഒരു സൈസ് ഹൈറ്റും വിടുത്തൊക്കെ നമുക്കിവിടെ കൊടുക്കാം. പക്ഷെ എന്നാലും നമുക്കിത് ഇവിടെ ഒന്ന് മാനുവലായിട്ട് രണ്ടെണ്ണം വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനെ കൃത്യമായിട്ട് അലൈൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇങ്ങനെ കൊടുത്തു. ഇനി നമ്മുടെ ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇതിന് ഷാഡോ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈ റെഡ് കളറിലുള്ള സ്ട്രിപ്പിന് നമ്മൾ ഷാഡോ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എങ്ങനെയാണ് ഇതിന് ഷാഡോ കൊണ്ടുവരാൻ നോക്കാം. ഞാൻ ഈ റെഡ് കളർ സ്ട്രിപ്പ് ഷേപ്പ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇവിടെ നമ്മുടെ പ്രോപ്പർട്ടീസിൽ ഡ്രോപ്പ് ഷാഡോ എന്നുള്ള ഒരു വിൻഡോ കാണാം. ഡ്രോപ്പ് ഷാഡോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹാസ് ഡ്രോപ്പ് ഷാഡോ എന്ന് മുകളിലായിട്ട് ഒരു ചെക്ക് ലിസ്റ്റ് കാണാം. ഒരു ടിക്ക് മാർക്ക് അവിടെ കൊടുക്കുക. അവിടെ നമ്മൾ 2 തവണ ക്ലിക്ക് ചെയ്താലേ അവിടെ ടിക്ക് മാർക്ക് വരുള്ളൂ. ഞാനവിടെ 2 തവണ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഷാഡോ വന്നിട്ടുണ്ട്. നമുക്കിവിടെ ഈ എക്സ് ഓഫ് സെറ്റും വൈ ഓഫ് സെറ്റും നമുക്ക് ഷാഡോയുടെ ഷേപ്പുകൾ നമുക്കിവിടെ മാറ്റാൻ ചെയ്യാവുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് മൗസ് വീൽ ഒന്ന് കറക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതിനെ കൂട്ടാനും കുറക്കാനും സാധിക്കും. ഇല്ലെങ്കിൽ ഇവിടെ നമുക്കിത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാം. അതല്ല ഒരു ഫിക്സഡ് സംഖ്യയാണെങ്കിൽ നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനും കഴിയും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മൗസ് വീലൊന്നിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ കറക്കുന്നു. അപ്പം കറക്കുന്നതിനനുസരിച്ച് ഇവിടെ അതിൻ്റെ ഷേപ്പിൽ വ്യത്യാസം വരുന്നു. അതേപോലെ തന്നെ വൈ ആക്സിസിലും ഞാൻ അതേപോലെ എന്ത് ചെയ്യുന്നു, മൗസ് വീൽ ഇങ്ങനെ കറക്കുന്നു. അങ്ങനെ ഷേപ്പിൽ വ്യത്യാസം വരുത്തുന്നു. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഷാഡോ ആക്റ്റീവായി. ഇനി നമ്മൾ അക്ഷരം എന്നുള്ള ഒരു ടൈറ്റിലാണ് നമ്മളിനി ഇവിടെ കൊടുക്കുന്നത്. അക്ഷരം എന്ന ടൈറ്റിൽ നമ്മളവിടെ കൊണ്ടുവരികയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടെക്സ്റ്റുകൾ കൊണ്ടുവരുമ്പോൾ ടെക്സ്റ്റിന് നമുക്ക് ടെക്സ്റ്റിൻ്റെതായ പ്രോപ്പർട്ടീസാണ് നമുക്കിവിടെ വേണ്ടത്. ഇപ്പോൾ നമുക്കിവിടെ ഷേപ്പുകളുടെയും മറ്റും പ്രോപ്പർട്ടീസാണ്, കോമൺ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടീസാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി വിൻഡോ നമുക്കിവിടെ അവൈലബിൾ ആക്കണം. അതിന് നമ്മൾ ഇവിടെ വിൻഡോസിൽ വീണ്ടും പോകുന്നു. അവിടെ കണ്ടന്റ് പ്രോപ്പർട്ടീസ് എന്ന് കാണാൻ കഴിയും. സാധാരണ ഇവിടെ ടെക്സ്റ്റ് പ്രോപ്പർട്ടീസ് എന്നല്ല ഉണ്ടാവുക. അതുകൊണ്ടാണ് കണ്ടന്റ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ടെക്സ്റ്റാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ടെക്സ്റ്റ് പ്രോപ്പർട്ടീസ് എന്നായിരിക്കും ആയി മാറുക. അത് സെലക്ട് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്കത് കാണാൻ കഴിയുക. ഞാനിത് ടിക്ക് മാർക്ക് കൊടുത്തു. ഇപ്പോൾ ഇവിടെ പ്രോപ്പർട്ടി കണ്ടന്റ് പ്രോപ്പർട്ടീസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ വന്ന് കിടക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരണം. ഇപ്പോൾ ഇവിടെ 2 പ്രോപ്പർട്ടീസാണ്. ഈ പ്രോപ്പർട്ടീസ് നമ്മൾ നേരത്തെ കൊണ്ടുവന്നപ്പോഴും ഇങ്ങനെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. ഇപ്പോൾ സാധാരണ നിങ്ങൾ പുതിയതായിട്ടൊരു പ്രോപ്പർട്ടി കൊണ്ടുവരികയാണെങ്കിൽ ഇവിടെ ആയിരിക്കും വന്ന് കിടക്കുന്നുണ്ടാവുക. അപ്പോൾ ഈ പ്രോപ്പർട്ടീസിനെ നമുക്കൊരു ഒറ്റ ലെയർ ഒരു പ്രോപ്പർട്ടി വിൻഡോയിലാക്കി മാറ്റണം. സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ പേജിന് നമുക്കതൊരു തടസ്സമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്രോപ്പർട്ടീസിനെ പിടിച്ചിട്ട് എന്ത് ചെയ്യുന്നു, വലതു ഭാഗത്തേക്ക് ചേർത്ത് പിടിക്കുന്നതോടുകൂടി നമുക്ക് ഇങ്ങനെ ഒരു ഈ നമ്മുടെ സ്ക്രീനിൻ്റെ വലതുഭാഗത്ത് ചേർത്ത് പിടിക്കണം. ചേർത്ത് പിടിച്ച് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു നീല വിൻഡോ നമുക്ക് ഇങ്ങോട്ട് അവൈലബിൾ ആകും. അപ്പോൾ വിട്ട് കൊടുക്കുക. കാരണം പേജും ക്യാൻവാസും പ്രോപ്പർട്ടി വിൻഡോയും സെപ്പറേറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അവിടെ വിടുമ്പോൾ ഇവിടെ സ്ക്രോൾ ബാർ ഇപ്പോൾ വരും. സാധാരണ ചിലർക്ക് ഇത് ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ അത് ഇവിടെ ഇതിൻ്റെ ഉള്ളിലാണ് വന്ന് കിടക്കുക. അപ്പോൾ നമ്മുടെ പേജിൻ്റെ സ്ക്രോൾ ബാർ ഇവിടെയാണ് കിടക്കുന്നുണ്ടാവുക. എന്ന് വെച്ചാൽ നമ്മുടെ ക്യാൻവാസ് വിൻഡോയിലാണ് ഇപ്പോൾ പ്രോപ്പർട്ടി കിടക്കുന്നത്. അത് നമുക്ക് ഒരിക്കലും നമ്മുടെ സെറ്റിങ്സിന് കഴിയില്ല. കാരണം നമുക്കിവിടെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. മാത്രമല്ല നമുക്കൊരു ഒറ്റ ലെയറിലാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വിൻഡോകളെല്ലാം കൊണ്ടുവരേണ്ടത്. അപ്പോൾ അതിന് ചെയ്യേണ്ടത്, ഇത് തള്ളിപ്പിടിക്കുക, വലതുഭാഗത്തേക്ക് തള്ളിപ്പിടിച്ചുകൊണ്ട് ഒന്ന് വിട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ വിൻഡോ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ചുരുങ്ങി വരുന്നതായിട്ട് കാണാം. അപ്പോൾ നമ്മൾ വിട്ടു കൊടുക്കുന്നു. ഇപ്പോൾ ഇവിടെ പ്രോപ്പർട്ടി വിൻഡോ വന്നു. നമ്മുടെ ക്യാൻവാസിൻ്റെ വിൻഡോ ഇങ്ങോട്ട് നീങ്ങിയിട്ടുണ്ട്. അതേപോലെ ഇനി നമ്മൾ കണ്ടൻറ്റ് പ്രോപ്പർട്ടീസ് നമ്മൾ കൊടുക്കുമ്പോൾ ഇവിടെയാണ് വന്നിട്ടുള്ളത്. ഈ കണ്ടൻറ്റ് പ്രോപ്പർട്ടീസ് നമ്മൾ ഇതേപോലെ ഇതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ട് ഈ നീല വരുന്ന സമയത്ത് വിട്ടു കൊടുക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, 2 പ്രോപ്പർട്ടീസും ഇതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് കാണാൻ കഴിയും. ആവശ്യമുള്ള പ്രോപ്പർട്ടീസ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു, അതവിടെ വരുന്നു. ഇപ്പോൾ കണ്ടൻറ്റ് പ്രോപ്പർട്ടീസിലൊന്നുമില്ല, കാരണം നമ്മളിവിടെ ഒരു കണ്ടൻറ്റ് ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇനി നമ്മളിവിടെ അക്ഷരം എന്ന് ടൈപ്പ് ചെയ്യാൻ പോകണം. ഞാനിവിടെ നമ്മുടെ ടൂൾ ബോക്സ് ഏറ്റവും മുകളിലായിട്ട് കാണാം, ഈ വ്യൂ എന്നുള്ളതിൻ്റെ തൊട്ട് താഴെ ടി എന്നുള്ളൊരു അക്ഷരം കാണാം. അതാണ് നമ്മുടെ ടെക്സ്റ്റ് ഫ്രെയിം. നമ്മൾ ലിബ്രെ ഓഫീസ് റൈറ്ററിലും ഒക്കെ കാണുന്ന പോലെ ടെക്സ്റ്റ് ബോക്സ് ആണ് ഇവിടെയുള്ള ടി എന്ന് കാണുന്നത്. ഈ ടി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് നമുക്ക് ഏകദേശം അക്ഷരം എന്നുള്ള വലുപ്പം നമുക്കറിയാം. നമുക്ക് ഏകദേശം നമ്മുടെ ചിത്രത്തിൽ നമുക്ക് തന്നിരിക്കുന്ന അക്ഷരം എന്നുള്ള വലുപ്പം ഇതാണ്. ആ ഒരു ഇമാജിൻ ചെയ്തുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള ഒരു ടെക്സ്റ്റ് ബോക്സ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. ടെക്സ്റ്റ് ബോക്സ് എടുത്തു. ടെക്സ്റ്റ് ബോക്സ് എടുത്ത്
ക്ലിക്ക് ആൻഡ് ഡ്രാഗ് മോഡിൽ ഇങ്ങനെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വിടുന്നു. അതിനുള്ള ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമ്മുടെ ടെക്സ്റ്റ് കണ്ടന്റ് പ്രോപ്പർട്ടീസ് എന്നുള്ളത് ടെക്സ്റ്റ് പ്രോപ്പർട്ടീസ് എന്നായി മാറി. കണ്ടോ, ഇവിടെ ടെക്സ്റ്റ് പ്രോപ്പർട്ടീസ് ആയി. ഇപ്പോൾ ടെക്സ്റ്റ് പ്രോപ്പർട്ടീസിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ വന്നിട്ടുണ്ട്. അലൈൻമെൻറ്റ് ചെയ്യാനുള്ളതും അതിൻ്റെ സൈസ് കൊടുക്കാനും മറ്റു കാര്യങ്ങളും കളറും എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ ഇവിടെ ടെക്സ്റ്റ് തയ്യാറാക്കുന്നത് ഉറൂബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോണ്ട് ഫാമിലിയാണ്. ഡിഫോൾട്ടായിട്ട് ഇവിടെ ഡീജ വി യു സാൻസ് എന്നുള്ള ഒരു ഫോണ്ട് ഫാമിലിയാണ് വന്നിട്ടുള്ളത്. നമ്മളിവിടെ ഈ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഉറൂബ് യു എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ യു ആർ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ താഴേക്ക് വരും. അവിടെ നമ്മൾ ഉറൂബ് എന്ന പേരിലുള്ള ഒരു ഫോണ്ട്, വെറും ഉറൂബ് എന്ന മലയാളം ഫോണ്ട് ഫാമിലിയാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. ഉറൂബ് എന്ന് സെലക്ട് ചെയ്തു. ഈ 12 PT എന്നുള്ളത് ചെറിയ അക്ഷരമാണ്. ഞാൻ അവിടെ തൽക്കാലം ഒരു 50 നമുക്ക് കാണാവുന്ന രീതിയിൽ 50 എന്ന് കൊടുത്തിട്ട് എൻ്റർ അടിക്കുന്നു. 50 PT ആക്കി. ഇനി നമുക്കിതിൽ ടൈപ്പ് ചെയ്യാൻ പോകണം. അക്ഷരം എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മളിവിടെ മുകളിലേക്ക് ശ്രദ്ധിച്ചു നോക്കും. ഇവിടെ ഇംഗ്ലീഷാണുള്ളത്. ഈ ഇംഗ്ലീഷ് മാറ്റി മലയാളമാക്കണം. ഒന്നുകിൽ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ മലയാളം എന്ന് കൊടുക്കാം. അതല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനൊരു കീ ഉണ്ട്. നമ്മുടെ സൂപ്പർ കീയും സ്പേസ് ബാറും. സൂപ്പർ കീ എന്ന് പറഞ്ഞാൽ കീബോർഡിലെ ചതുരത്തിൽ കാണാം ഒരു വിൻഡോയുടെ ചിഹ്നമുള്ള 4 വൈറ്റ് റെക്റ്റാങ്കിൾ കാണുന്ന ഒരു ഇടതു ഭാഗത്തായിട്ടുള്ള ഒരു കീ കാണാം. അതാണ് സൂപ്പർ കീ. ഈ സൂപ്പർ കീയും സ്പേസ് ബാറും ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അക്ഷരങ്ങൾ, നമുക്ക് ലാംഗ്വേജ് മാറ്റാം. ഓരോ തവണ എത്ര ലാംഗ്വേജുകളുണ്ടോ അത് ഓരോ തവണ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ലാംഗ്വേജ് ഓട്ടോമാറ്റിക്കായിട്ട് മാറും. ഇപ്പോൾ ഇവിടെ ഞാൻ മലയാളമാക്കി. അക്ഷരം എന്ന് ടൈപ്പ് ചെയ്തു. ഇപ്പോൾ നമ്മൾ സൈസ് ഇവിടെ 50 ആക്കിയത് കൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. ഡിഫോൾട്ടായിട്ട് ബ്ലാക്ക് കളറായിരിക്കും ഉണ്ടാവുക. ഈ അക്ഷരം എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏകദേശം നമുക്ക് വേണ്ട വലിപ്പമല്ല എന്ന് നമുക്കറിയാം. ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഈ 50 ഒന്ന് നമുക്ക് ഇവിടെ മാറ്റി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ 50 മാറ്റിയിട്ട് ഏകദേശം ഒരു 90 ആക്കി. 90 കുറച്ച് വലുതാണ്. അപ്പോൾ ഞാൻ 80 ആക്കി എൻ്റർ അടിച്ചു. 70 ആക്കി എൻ്റർ അടിച്ചു. ഇപ്പോൾ ഏകദേശം വലുപ്പം കുറച്ച് വലുതായി. 75 ആക്കി എൻ്റർ അടിച്ചു. കുറച്ച് വലുതായി. 78 കൊടുത്തു. 80 കൊടുത്തു. 80 കുറച്ച് കൂടി. അപ്പോൾ ഇങ്ങനെ അഥവാ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ടെക്സ്റ്റ് ബോക്സ് ഒന്ന് വലുതാക്കി കൊടുക്കുക, ഒന്ന് താഴേക്കൊന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ അക്ഷരത്തെ ഇവിടെ കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഈ അലൈൻമെൻ്റ് ഉണ്ട്. ഈ സെൻറ്റർ ആക്കി കഴിഞ്ഞാൽ സെൻറ്ററിലേക്ക് അലൈൻമെൻറ്റ് ഇവിടെ വരുന്നു. അതൊക്കെ ഇവിടെ സിംബോളിക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി അക്ഷരങ്ങൾ വരുമ്പോൾ നമുക്ക് ഈ ടെക്സ്റ്റ് പ്രോപ്പർട്ടീസിനെ കുറിച്ച് കൂടുതൽ പറയാം. ഇപ്പോൾ നമ്മുടെ ചിത്രത്തിലുള്ള അക്ഷരം എന്നുള്ളതിൻ്റെ കളറ് ചുവന്ന കളറാണ്. ഈ ചുവന്ന കളറിലേക്ക് നമുക്ക് മാറ്റണം. നമ്മൾ വീണ്ടും ഈ അക്ഷരം എന്നുള്ളതിനെ നമ്മൾ കൃത്യമായിട്ട് അലൈൻമെൻറ്റ് സെൻറ്റർ ആക്കുന്നു. അലൈൻമെൻറ്റ് സെൻറ്റർ ആക്കിയതിന് ശേഷം താഴെ ടെക്സ്റ്റ് പ്രോപ്പർട്ടീസിൽ തന്നെ കളർ ആൻഡ് എഫക്റ്റ് എന്ന് കാണാം. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അക്ഷരങ്ങളുടെ കളർ ഇവിടെ കാണാൻ കഴിയും. ഇവിടെ ബ്ലാക്ക് കളറാണ് കിടക്കുന്നത്. ഈ ബ്ലാക്ക് മാറ്റിയിട്ട് ഞാനവിടെ റെഡ് കളർ എടുക്കുന്നു. റെഡ് കളറായി. ഇനി നമുക്കിതിന് ഷാഡോ കാണാം. ഷാഡോ ഇവിടെ തന്നെയാണ് ഉള്ളത്. താഴെ ധാരാളം കാണാം. ഇങ്ങനെ നമുക്ക് സൂപ്പർ സ്ക്രിപ്റ്റ്, അതുപോലെ തന്നെ സബ്സ്ക്രിപ്റ്റ്, അണ്ടർലൈൻ ധാരാളം ഇവിടെ കാണാം. ഇതിൽ നമ്മൾ ഷാഡോ എന്നുള്ളത് വലതു ഭാഗത്ത് യെസ് എന്നുള്ള ഒരു ചിഹ്നത്തോടു കൂടിയാണ് കാണുന്നത്. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷാഡോ ആക്റ്റീവ് ആവും. പക്ഷേ ഷാഡോ ഈ നിഴലിൻ്റെ അളവ് നമുക്കൊന്ന് കുറക്കണം. എക്സ് ആക്സിസിലും വൈ ആക്സിസിലും കുറക്കാൻ നമ്മൾ ഇതിലൊന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. ഇവിടെ ഒരു ആരോഗ്യമുണ്ട്. ആ ആരോഗ്യം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ എക്സ് ഓഫ്സെറ്റും വൈ ഓഫ്സെറ്റും കാണാം. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ് ഓഫ്സെറ്റിൽ ഞാൻ കൊണ്ടുവന്ന് സെലക്ട് ചെയ്ത് സ്ക്രോൾ വീൽ ഒന്ന് ഇങ്ങനെ കറക്കുന്നു. സ്ക്രോൾ വീൽ കറക്കിയപ്പോൾ 3 ആവുന്നു, 2 ആവുന്നു, 1 ആവുന്നു. അതേപോലെ വൈയിലും ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് സ്ക്രോൾ വീൽ ഒന്ന് കറക്കി കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ അവിടെ ഫിക്സ് ആയിട്ട് നമുക്ക് സംഖ്യ കൊടുക്കുകയും ചെയ്യാം. ഇല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഇങ്ങനെ മാനുവലായിട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് മാറ്റാനും കഴിയും. അപ്പോൾ അക്ഷരം എന്ന് ടൈപ്പ് ചെയ്തു. ഇവിടെ എന്ത് ചെയ്തു, അക്ഷരത്തിന് ഷാഡോ വന്നു. ഇത്രയാണ് നമ്മൾ അക്ഷരം ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്ത കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ കളർ ഇവിടെയാണ് എടുക്കുന്നത്. ബാക്കി കുറേ കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇവിടെ താഴെ നമ്മൾ 2 ലൈൻ കൊണ്ടുവരണം. അതുപോലെ ഇവിടെ ഒരു വലിയ ഒരു ലൈൻ ഉണ്ട്. ഇത്രയും പ്രവർത്തനങ്ങൾ ഇവിടെ 2 ലൈനുകളും കൂടിയുണ്ട്. അവിടെ ബാർകോഡ് കൊടുക്കണം, ഇവിടെ ഡേറ്റ് കൊടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, ഈ 2 ലൈനുകൾ ഇവിടെ കൊണ്ടുവരുന്നു. ലൈനുകൾ കൊണ്ടുവരാൻ ലൈൻ ടൂൾ എന്ന ടൂൾ എടുക്കുക. ഒരു ടൂൾ എടുത്തിട്ട് നമ്മൾ അതിനെ കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ധാരാളം ഇവിടെ കാണാൻ കഴിയും. ഇപ്പോൾ മുകളിലായിട്ട് ഇവിടെ ലൈൻ ടൂൾ നമുക്ക് ഏറ്റവും മുകളിൽ തന്നെ കാണാം. എൽ എന്ന അക്ഷരത്തിലാണ് അതിൻ്റെ ഷോർട്ട് കീ. ലൈൻ ടൂളാണ്. ഈ ടൂൾ എടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ താഴെ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് പിടിക്കുക. ഷിഫ്റ്റ് കീ അമർത്തി പിടിച്ചൊന്ന് വലിച്ചു കഴിഞ്ഞാൽ സ്ട്രൈറ്റ് ആയിട്ട് നമുക്ക് ആ ലൈനിനെ കൊണ്ടുവരാൻ കഴിയും. ലൈൻ ടൂൾ വന്നു. ഇപ്പോൾ നമ്മൾ പ്രോപ്പർട്ടി വിൻഡോയിൽ പോയി കഴിഞ്ഞാൽ ലൈൻസ് എന്നുള്ളത് കാണാം. ലൈൻസ് എന്ന വിൻഡോയിൽ ഏത് ടൈപ്പ് ലൈനാണ് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. ലൈനിൻ്റെ വിഡ്ത്ത് നമുക്കൊരല്പം കൂട്ടി കൊടുക്കണം. കാരണം താഴെ നമ്മൾ കൊടുക്കുന്ന ലൈൻ വിഡ്ത്ത്, അവിടെ ലൈൻ വിഡ്ത്ത് കാണാം. ഇവിടെ ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് മൗസ് വീൽ ഒന്ന് കറക്കുന്നു, അല്ലെങ്കിൽ മാനുവലായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു. ഇപ്പോൾ ലൈനിൻ്റെ കളർ ഇവിടെ ബ്ലാക്ക് കളറാണ് കിടക്കുന്നത്. നോക്കിയാൽ കാണാം. നമുക്കിവിടെ വേണ്ട കളറ് ബ്ലാക്ക് അല്ല, നമുക്ക് വേണ്ടത് ഒരു മെറൂൺ കളറാണ്. ഈ മെറൂൺ കളറിൽ നമ്മളിതിനെ സെറ്റ് ചെയ്യണം. അപ്പോൾ വീണ്ടും ഞാൻ ഇവിടേക്ക് വരുന്നു. ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ലൈൻ കളർ നമ്മൾ കളറിൽ പോയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമ്മൾ ഫിൽ കളറാണ് ഇപ്പോൾ കിടക്കുന്നത്. ഇത് ലൈൻ ആയതുകൊണ്ട് സ്ട്രോക്കിലേക്കാണ് പോകേണ്ടത്. സ്ട്രോക്ക് എന്ന് സെലക്ട് ചെയ്യുന്നു. നമ്മൾ താഴെ ഒരു മെറൂൺ കളറ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, ഈ ഒരു ബ്രിക്ക് കളർ കൊടുത്താലും മതി. ബ്രിക്ക് റെഡ് 6 എന്ന കളർ കൊടുക്കുന്നു. ഇവിടെ അതിനെ സെറ്റ് ചെയ്യുന്നു. നമുക്ക് മൈക്രോ ലെവലിൽ പിന്നെ ആരോ മാർക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യാം. ഇങ്ങനെ സെറ്റ് ചെയ്തു. ഇനി ഇത് എടുത്ത് കുറച്ച് കൂടുതലായെങ്കിൽ നമുക്കിവിടെ വീണ്ടും ലൈൻ എന്ന ഓപ്ഷനിലേക്ക് തന്നെ പോയിട്ട് നമുക്കിതിൻ്റെ ലൈൻ വിടുത്തൊന്ന് കുറച്ച് കൊടുക്കാം. ഫിക്സ്ഡ് ആയിട്ടൊരു സംഖ്യ വേണം. 3 വേണ്ടതെങ്കിൽ നമുക്ക് 3 എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ചാൽ മതി. ഇപ്പോൾ നമ്മളിവിടെ ഇത് കൊടുത്തു. ഇനി നമുക്കിവിടെ ബ്ലാക്ക് കളറിൽ 2 ലൈനാണ് വേണ്ടത്. നമുക്ക് ഇതിൻ്റെ തന്നെ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം, ഇല്ലെങ്കിൽ ഒരു ലൈൻ വരക്കാം. ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് ഇവിടെ വെക്കുന്നു. ഈ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ XY നമ്മളിവിടെ 14 ആക്കുന്നു. നല്ല മാർജിനോട് ചേർന്ന് നിൽക്കുള്ളൂ. 14 എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിക്കുന്നു. ഇപ്പോൾ മാർജിനോട് ചേർന്ന് നിൽക്കുന്നു. ലൈൻ എന്ന മെനു ബാർ പ്രോപ്പർട്ടി വിൻഡോയിൽ പോയിട്ട് നമ്മളിതിനെ 1 എന്ന് കൊടുത്ത് സെറ്റ് ചെയ്യുന്നു. 1 എന്ന് കൊടുത്ത് സെറ്റ് ചെയ്യുന്നു. നമ്മൾ കളറിൽ പോയിട്ട് നമ്മളിതിനെ എന്ത് ചെയ്യുന്നു, ബ്ലാക്ക് കളറാക്കുന്നു. സ്ട്രോക്കിൽ ബ്ലാക്ക് എന്ന് കൊടുക്കുന്നു. ഇപ്പോൾ ഇതിന് ഇങ്ങനെയാണ് വന്നിട്ടുണ്ടാവുക. ഇതിൻ്റെ തന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് നമ്മളെന്ത് ചെയ്യുന്നു, അതിന് താഴെ വീണ്ടും നമ്മൾ XY പൊസിഷനിൽ പോകുന്നു. ഇവിടെ 14 എന്ന് കൊടുക്കുന്നു, എൻ്റർ അടിക്കുന്നു. ഇവിടെ ഫിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആരോ മാർക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഒന്ന് താഴെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സംഗതി ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ നമുക്കിതിന് ഓരോന്നും ചെയ്യാവുന്നതാണ്. ഈ അക്ഷരം നമുക്ക് കുറച്ചുകൂടി താഴേക്ക് കൊണ്ടുവരണം. ഏകദേശം മൊത്തം നടുക്കായിട്ടാണ് നമുക്ക് പേജിൻ്റെ വേണ്ടത്. നമുക്കിതിൻ്റെ മോഡലായിട്ട് ഇവിടെ ഇങ്ങനെയാണുള്ളത്. അപ്പോൾ ഇവിടെ 2 ലൈൻ വന്നു. ഇനി നമുക്കിവിടെ 2 ലൈനുകൾ നമുക്ക് ഹൊറിസോണ്ടലായിട്ട് വേണം. ആ ലൈനുകൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഒന്നുകിൽ ഇതിങ്ങനെ വരച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ ഒരു അളവിന് തന്നെ, ഈ ഒരു മാർജിൻ്റെ അളവിന് തന്നെ നമുക്ക് ഇവിടെ വെച്ച് നമുക്കിങ്ങനെ ക്ലിക്ക് ചെയ്ത് പിടിക്കാവുന്നതാണ്. അത് ഷിഫ്റ്റ് കീ അമർത്തി പിടിച്ചാകുമ്പോൾ നമുക്കിത് ചെരിയുന്ന പ്രശ്നങ്ങൾ വരില്ല. നമ്മളിവിടെ പിടിക്കുന്നു, കറക്റ്റായിട്ട് നമ്മൾ ഇവിടെ ഒരു ലൈൻ വരക്കുന്നു. വിട്ട് കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാം. ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു. ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് നമുക്കിത് ഇവിടെ മാനുവലായിട്ടും അല്ലാതെ ഫിക്സ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ അക്ഷരങ്ങളുടെ ഈ ബോർഡറൊക്കെ കാണുന്നതുകൊണ്ട് നമുക്കിത് പ്രയാസമുണ്ട് കാണാൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇതിനൊരു പ്രിവ്യൂ കാണാൻ നിങ്ങളുടെ ടൂൾ ബാറിൽ ഏറ്റവും ലാസ്റ്റിലായിട്ട് ഇവിടെ ഒരു കണ്ണിൻ്റെ ചിഹ്നം കാണാം. ഇവിടെ ഈ കണ്ണിൻ്റെ ചിഹ്നം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രിവ്യൂ നമുക്കിവിടെ
കാണാൻ കഴിയും. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രിവ്യൂ. ഈ പ്രിവ്യൂവിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. വീണ്ടും നമ്മൾ ഈ കണ്ട് മാറ്റിയിട്ട് എഡിറ്റ് മോഡിലേക്ക് തന്നെ മാറ്റുക. എന്നിട്ട് ഇതിനെ ഒന്ന് മുകളിലേക്ക് കൊടുക്കാം. ആരോ മാർക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നീക്കാം. മാനുവലായിട്ട് നീക്കുമ്പോൾ ഫിക്സഡ് ആയിട്ടൊരു സ്പേസ് നമുക്ക് കിട്ടില്ല. ഇവിടെയും എക്സ് പൊസിഷൻ നമുക്ക് രണ്ടിൻ്റെ ഒരേ ഈക്വൽ ആക്കാം. ഇപ്പോൾ ഇവിടെ 60 ഇവിടെ വൈ എത്രയാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സംഖ്യയൊക്കെ നമുക്കിവിടെ ഫിക്സ് ചെയ്തുകൊണ്ട് തന്നെ ചെയ്യാം. ഇനി ഇതിൻ്റെ ലൈൻ വിഡ്ത്ത് നേരത്തെ നമ്മൾ ഇവിടെ 1 നമുക്ക് നേരത്തെ കൊടുത്തിരുന്നത്. അപ്പോൾ അതേ സ്റ്റൈലിൽ നമുക്ക് ഇതിന് വേണമെങ്കിൽ നമുക്കിതിൻ്റെ ലൈൻ വിഡ്ത്ത് ഇവിടെ 0.3 എന്നുള്ളത് മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു 1 എന്ന് സെറ്റ് ചെയ്യുന്നു. അപ്പോഴാണ് നമുക്ക് ഈക്വലായിട്ട് നമുക്ക് എല്ലാ ലൈനിൻ്റെയും ഒരു സംഖ്യ നമുക്ക് കിട്ടുള്ളൂ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു 1 എന്ന് കൊടുത്ത് എൻ്റർ അടിക്കുന്നു. ഇപ്പോൾ പ്രിവ്യൂവിൻ്റെ പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ പ്രവർത്തനം കാണാം. ഇത് ലേശം പോകാനുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു ഇവിടെ ക്ലിക്ക് ചെയ്ത് ആരോ മാർക്ക് അപ്പ് ആരോ എന്ന് കൊടുക്കുന്നു. പ്രിവ്യൂ വിൻഡോ വീണ്ടും ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ അക്ഷരം എന്നുള്ള ഭാഗം ഈ ഭാഗം ഇത്രയും നമുക്ക് ശരിയായി.